നിങ്ങൾ ഇറങ്ങാട്ടോ. ഫ്ലൈറ്റ് എപ്പോഴാ മോളെ? ഇനി എന്ന് വരും? കുറച്ച് ദിവസം കൂടി കറങ്ങാനുണ്ട് ഇവിടെ. തിരിച്ചു പോണതിന് മുമ്പ് വരാൻ നോക്കാം. നീ പൈസ അയച്ചു തരണ്ട മോളെ, പക്ഷെ വല്ലപ്പോഴും വിളിച്ചാ മതി. ഞങ്ങൾക്ക് നീ അല്ലാതെ മറ്റാരുമില്ല. അച്ഛൻ വെറുതെ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് സീനാക്കല്ലേ. ഞാൻ വിളിച്ചോളാം. ഇറങ്ങാ. ഒരു മിനിറ്റ്. അച്ഛാ ഇതിരിക്കട്ടെ. എന്താ പോലെ ഇത് വെച്ചോളൂ. ഞാൻ അതിലൊരു എമൗണ്ട് എഴുതിയിട്ടുണ്ട്. അച്ഛൻ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ബാങ്കിൽ അത് ക്ലോസ് ചെയ്യണം. എന്നിട്ട് അവരുടെ അടുത്ത് കുറച്ച് സമയം കൂടെ ചോദിച്ചാൽ മതി. ബാക്കി ലോൺ എമൗണ്ട് നമുക്ക് അപ്പം ക്ലോസ് ചെയ്യാം. മോനെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടമ്മ. ഇന്നലെ നിങ്ങൾ സംസാരിക്കണം ഞാൻ കേട്ടാൽ. എന്നെയും എൻ്റെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് ഇല്ലായ്മയുടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. UK രൂപേഷിൻ്റെ പശ്ചാത്തലം ആർക്കും അറിയില്ല, ദൈവക്ക് പോലും. കാണിച്ചു എടോ, ഇത് താനാണ് ചെയ്യേണ്ടിയിരുന്നത്. താൻ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എല്ലാ മാതാപിതാക്കന്മാരും സമ്പന്നരൊന്നുമല്ല. നമുക്കതുണ്ടാവുമ്പോൾ നമ്മൾ വേണം അവരെ സമ്പന്നരാക്കാൻ. സ്നേഹം കൊണ്ടും കാശ് കൊണ്ടും അല്ല. അയ്യോ, അച്ഛൻ എന്താ ഈ കാണിക്കുന്നത്? ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തെന്ന് കാണാൻ മതി. പിന്നെ ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത് തന്നെ വരും. ഒരു 10 ദിവസം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പോകുള്ളൂ. മോനെ അപ്പോഴത്തേക്കും നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പൊക്കെ നടത്തി നല്ല കുട്ടികളായിട്ടിരിക്കണം. അതിനുള്ള എമൗണ്ട് സ്നേഹ തരും. കൊടുക്കില്ലടോ? പക്ഷേ അവർക്ക് എടുത്തുചാട്ടം കൂടുതലാണെന്നേ ഉള്ളൂ. പാവം. അതുകൊണ്ട് അവളെ നിങ്ങൾ ശപിക്കരുത്. അയ്യോ, ശപിക്കാനോ? അവളെ ഞങ്ങളുടെ മോളല്ലേ മോനെ.